സുഖപ്പെടുത്തി തരട്ടെ എന്നീ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ നമ്മുടെ പല നേതാക്കന്മാരും രോഗികളാണ്, മരണപ്പെട്ടു പോയവരുണ്ട്, പല ഉമറാക്കളും മരണപ്പെട്ടു പോയവരുണ്ട്. അവർക്കൊക്കെ അല്ലാഹു തആല തക്കതായ പ്രതിഫലം നൽകട്ടെ. ദീർഘായുസ്സും ആഫിയത്തും അല്ലാഹു തആല നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ. ദീനിന് ഖിദ്മത്ത് ചെയ്യാനുള്ള തൗഫീഖും സന്മനസ്സും കഴിവും ഒഴിവും നമുക്കെല്ലാം നമ്മുടെ സഹായികൾക്കും അല്ലാഹു തആല പ്രദാനം ചെയ്യട്ടെ. ധാരാളം ആളുകൾ ഇവിടെ സമ്മേളിച്ചിട്ടുണ്ട്. ഒരു മഹത്തായിരിക്കുന്ന സാദാത്തുക്കളും സാലിഹീങ്ങളും ഉലമാക്കളും എല്ലാം പങ്കെടുത്തൊരു മഹൽ സമ്മേളനമാണ്. ഇതിൽ പങ്കെടുത്ത നേതാക്കന്മാർ ധാരാളം ആളുകൾ ഇവിടെ സംസാരിക്കാനുള്ളത് കൊണ്ട് ഒരു ചെറിയ തോതിൽ ഉദ്ഘാടന പ്രസംഗം ചെയ്യുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് ആദ്യമായി നിങ്ങൾ അറിയിക്കുകയാണ്. ഞാൻ ഓതി കേൾപ്പിച്ച ആയത്ത് അൽ യൗമ, ഇന്ന്, അതായത് പുണ്യനബിയുടെ ഹജ്ജത്തുൽ വദാഇൽ അറഫയിൽ സമ്മേളിച്ച ആ ദിവസത്തിൽ അക്മൽതു ലക്കും ദീനക്കും, നിങ്ങളെ ദീൻ ഞാൻ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നു. വഅത്മംതു അലൈക്കും നിഅമതി, എൻ്റെ നിഅമത്ത് നിങ്ങളെമേൽ ഞാൻ പരിപൂർണമാക്കി. വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ദീനുൽ ഇസ്ലാം ദീനായി ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്നാണ് ഈ ആയത്തിന്റെ ഒരു ചുരുക്കസാരം. പുണ്യനബിയുടെ ഹജ്ജത്തുൽ വദാഇലുള്ള അറഫ സമ്മേളനത്തിൽ വെച്ചാണ് ഈ ആയത്തിറങ്ങിയത്. ഇതോടുകൂടെ ഇസ്ലാമിന്റെ എല്ലാ നിയമങ്ങളും പരിപൂർണമായി. ഇതിന്റെ ശേഷം പിന്നെ ഒരു നിയമവും ശരീഅത്തിൽ വന്നിട്ടില്ല. ഇന്ന് പൂർത്തിയായി എന്ന് പറയുകയുണ്ടായി. ഈ ദീനിന് എക്കാലത്തും എതിരാളികൾ ഉണ്ടായിട്ടുണ്ട്. നബി അലൈഹിസ്സലാം മുതൽ തുടങ്ങി വെച്ച ഈ ദീൻ ഇന്നാണ് അതിന്റെ പൂർത്തീകരണം എന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. ആ പ്രഖ്യാപനം നടന്നതിന് ശേഷം പുണ്യനബി ചുരുക്കം ചില ദിവസങ്ങളിൽ, ഒരു 80 ചില്ലറ ദിവസങ്ങളിലാണ് ഈ ലോകത്തിൽ ജീവിച്ചത്. അതായത് ദുൽഹജ്ജ് 9 അന്ന് ഈ ആയത്തിറങ്ങി. പിന്നെ ദുൽഹജ്ജ് 10-20 ദിവസം, തുടർന്ന് മുഹറം മാസം, അതിന്റെ പിന്നിൽ സഫർ, പിന്നീട് റബീഉൽ അവ്വൽ തങ്ങൾ വഫാത്താവുകയും ചെയ്തു. ഈ ആയത്തിറങ്ങുന്ന സമയത്ത് പല പ്രത്യേകതകളും സംഭവിച്ചതായി മഹാന്മാർ രേഖപ്പെടുത്തി. ഒന്ന്, പല ആളുകളുടെയും പല വിഭാഗത്തിന്റെയും പെരുന്നാളുകളൊക്കെ സമ്മേളിച്ചൊരു ദിവസമായിരുന്നു അന്ന് എന്ന് പറയപ്പെടുന്നുണ്ട്. മഹാന്മാർ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തും. മുസ്ലിമീങ്ങൾക്കുള്ള സുദിനം പെരുന്നാള്, അമുസ്ലിമീങ്ങൾക്കുള്ള ഓണം, വിഷു, അതൊക്കെ ഒത്തുവരൽ വളരെ കുറവാണ്. ചുരുക്കത്തിലാണ് ഒത്തുവരുന്നത്. ഈ ആയത്തിറങ്ങി അന്ന് മജൂസികൾക്ക് വലിയൊരു സുദിനാണ്. യഹൂദികൾക്കും അങ്ങനെ തന്നെ അവരൊരു പെരുന്നാളാണ്. നസാറകൾക്കും അങ്ങനെ തന്നെ. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അറഫ, വെള്ളിയാഴ്ച, പെരുന്നാൾ രാവ്, ഇങ്ങനെയുള്ള പല ജാതി പ്രത്യേകതകളും, അങ്ങനെ പല ജാതി പെരുന്നാളുകൾ, സുദിനങ്ങൾ സമ്മേളിച്ച ഒരു ദിവസമായിരുന്നു അന്ന് എന്ന് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തും. അതിന് മുമ്പ് അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടോ എന്നത് ചരിത്രത്തിൽ തെളിഞ്ഞു കാണുന്നില്ല. അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നിടത്തോളമാണ് പറയപ്പെടുന്നത്. ഒക്കെപ്പാടെ ഒത്തുവരൽ, അത് കണക്കൊക്കെ പ്രകാരം അങ്ങനെ ഒത്തുവരണം. ഈ ആയത്തിറങ്ങിയ സമയത്ത് പുണ്യനബിയുടെ വലിയ ശക്തിയുള്ള ഒട്ടകം മുട്ടുമടക്കി പള്ളട്ടുപോയി. അറഫ ഭൂമിയിൽ താങ്ങി നിൽക്കാനിട്ട് പരിശുദ്ധ ഖുർആൻ ഇറങ്ങുമ്പോൾ തന്നെ വലിയ ഭയങ്കര, ഇന്നാ സനുൽഖി അലൈക ഖൗലൻ ഥഖീലാ. ആ ഇറങ്ങുന്ന സമയത്ത് തങ്ങളെ കാലിന്റെ ചോട്ടിലൊക്കെ മറ്റുള്ളവർ ആ കയ്യോ കാലോ കുടുങ്ങിപ്പോയാൽ അത് പൊടിപിടിപ്പോവും എന്ന് നമ്മുടെ രേഖകളിൽ വന്നു. അത്ര വലിയ ഭാരമാണ് ഈ സമാപന ആയത്തിറങ്ങിയപ്പോൾ വല്ലാത്ത ശക്തി.
ഈ ദീനെ സഹായിക്കാനാണ് 1.25 ലക്ഷത്തോളം അമ്പിയാക്കന്മാർ ഇവിടെ വന്നത്. ഈ ദീനാണ് മില്ലത്ത്, ശരീഅത്ത്, സുന്നത്ത് ജമാഅത്ത് എന്നൊക്കെ പറയുന്ന പര്യായ പദങ്ങളുള്ളത്. അപ്പൊ ഈ ദീൻ താന മുളച്ച് കൂന്നമായി പൊന്തി വീതി പോകുന്ന സാധനമല്ലത്. ഒരുപാട് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കണം. അതുകൊണ്ടാണ് 1.25 ലക്ഷത്തോളം അമ്പിയാക്കന്മാർ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്. പുണ്യനബിയോടുകൂടെ ആ ശൃംഖല അവസാനിച്ചു. ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പുണ്യനബിയുടെ ജനാസ സന്ദർശിക്കാൻ വേണ്ടി ആദ്യം വന്ന ഘട്ടത്തിൽ ആ മൂടിടപ്പെട്ടതായിരിക്കുന്ന തുണി നീക്കിയിട്ട് പറഞ്ഞ വാക്യങ്ങളിൽപ്പെട്ട ഒന്നാണ് വങ്കത്താലി മൗത്തിക്ക മാലം തങ്കത്യലി മൗത്തി അഹദിൻ മിൻ ഖബലിക. തങ്ങളെ മുമ്പ് 1.25 ലക്ഷത്തോളം അമ്പിയാക്കന്മാർ ഇവിടെ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അന്നൊക്കെ മുറിയാത്തൊരു കയറ് ഇന്ന് മുറിഞ്ഞു എന്ന് മഹാനവറുകൾ പറയുകയുണ്ടായി. അതായത് അമ്പിയാക്കന്മാരെ ശൃംഖല ഇന്നത്തോട് കൂടെ തീർന്നു. പിന്നെ ആ മഹത്തായ ഉത്തരവാദിത്വം ഇവിടെ ഏൽപ്പിക്കപ്പെട്ടത് അതാത് കാലത്ത് വരുന്ന ഉലമാ, ഉമറാക്കൾ ഇവരെയാണ്. അപ്പൊ ഈ മഹത്തായ ദീനിന് പല കാലങ്ങളിലായി പല ജാതി എതിരാളികൾ വന്നുകൊണ്ടിരിക്കും, ഇനിയും വരും, വന്നുകൊണ്ടിരിക്കുന്നുമുണ്ട്. അതിനൊക്കെ കാത്തു രക്ഷിച്ച് സംരക്ഷിക്കേണ്ട കടമ ഈ കാലഘട്ടത്തിൽ നമ്മുടെ കാലത്തുള്ള കാരണവന്മാർ, നേതാക്കന്മാര് നമുക്കെല്ലാമാണ് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു 19 കൊല്ലം മുമ്പ് ബഹുമാനപ്പെട്ട ദീനിനെ എതിർക്കാൻ വേണ്ടി മുബ്തദിഈങ്ങൾ വന്നപ്പോഴാണ് സംഘടിതമായി ഇവിടെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനം നടത്തണമെന്ന് തീരുമാനിച്ചുകൊണ്ടാണ് നമ്മുടെ മഹാന്മാരെ, ഉസ്താദുമാര്, സാദാത്തുക്കളൊക്കെ ഇതിന്റെ പ്രവർത്തനം ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ് സമസ്തകളെ ജംഇയ്യത്തുൽ ഉലമ എന്ന മഹത്തായ സംഘടന ഇവിടെ രൂപീകരിച്ചത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാക്യം ഉച്ചരിച്ചുകൊണ്ട് ഈ മഹത്തായ യോഗം ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. അസ്സലാമു അലൈക്കും. ಕಾರ್ಯಕ್ರಮವನ್ನು ಉದ್ಘಾಟಿಸಿದ ಸಮಸ್ತದ ಮಹಾಕಾರ್ಯದರ್ಶಿಗಳಾದ ಝೈನುಲ್ ಉಲಮಾ ಜರ್ಷೇರ್ ಉಸ್ತಾದ್ ರವರೇ ಧನ್ಯವಾದಗಳು. ಸುಲ್ತಾನ್ ಹುಸೈನ್ ಹಾಜಿ ಇವರಿಗೆ ನೀಡುವ ಮೂಲಕ ಇದನ್ನು ಇದೀಗ ಈ ಸಮ್ಮೇಳನದಲ್ಲಿ ಬಿಡುಗಡೆಗೊಳಿಸುತ್ತಾ ಇದ್ದಾರೆ. ಅಸೋಸಿಯೇಷನ್ ಇದರ ವತಿಯಿಂದ ಕೆಸಿ ರೋಡಿನಲ್ಲಿ ನಡೆದ ಸಮಸ್ತ ಸಮ್ಮೇಳನದ ದೃಶ್ಯಗಳನ್ನು ಒಳಗೊಂಡಂತಹ ಬಿಸಿಟಿ ದಾರಿಮೀಸ್ ಅಸೋಸಿಯೇಷನ್ ಇಲ್ಲಿ ಹೊರತಂದಿದೆ. ಅದನ್ನು ಈ ಸಮ್ಮೇಳನದಲ್ಲಿ ಖ್ಯಾತ ಲೇಖಕರು, ಅಂತಾರಾಷ್ಟ್ರೀಯ ಖ್ಯಾತಿಯ ಸಾಹಿತಿಗಳು, ವಿದ್ವಾಂಸರು ಆದ ಶೈಖುನಾ ಆಲಿಕುಟ್ಟಿ ಉಸ್ತಾದ್ ಇವರು ಇದನ್ನ ದಕ್ಷಿಣ ಕನ್ನಡ ಧನ್ಯವಾದ. ತೋಕ ಉಸ್ತಾದ್ ರವರನ್ನ ಈ ಸಮ್ಮೇಳನದಲ್ಲಿ ಜಮಿಯತುಲ್ ಉಲಮಾದ ಪರವಾಗಿ ಸನ್ಮಾನಿಸಲಾಗುವುದು. ಶಂಸುಲ್ ಉಲಮಾ ಇಸ್ಲಾಮಿಕ್ ಸೆಂಟರ್ ಮಚ್ಚಂಪಾಡಿ ಮಂಜೇಶ್ವರ ಇವರು ಇಲ್ಲಿ ಖಾಜಿಗಳನ್ನ ಸನ್ಮಾನಿಸಲು ಇಲ್ಲಿ ಬಂದಿದ್ದು, ಅದರ ಅಧ್ಯಕ್ಷರಾಗಿರತಕ್ಕಂತ ಕೊಂಬಗುದಿ ಇಬ್ರಾಹಿಂ ಹಾಜಿ ಕೊಂಬಗುದಿ ಇಬ್ರಾಹಿಂ ರಿಯಾದ್ ಇವರು ಖಾಜಿ ಅವರನ್ನ ಸನ್ಮಾನಿಸ್ತಾ ಇದ್ದಾರೆ. ಅದರಂತೆ ದಕ್ಷಿಣ ಕರ್ನಾಟಕ ಸಮಸ್ತ ಮುಷಾಬರದ ಅಧ್ಯಕ್ಷರಾಗಿ ಇಲ್ಲಿ ಸಂಚಲನವನ್ನು ತಂದಂತಹ ಶೈಖುನಾ ಲಾಜಿ ಎನ್ಪಿಎಂ ಝೈನುಲ್ ಆಬಿದೀನ್ ತಂಗಲ್ ರವರನ್ನ ಶಾಲು ಹೊದಿಸಿ